ജില്ലയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ വെച്ച് നടക്കും. അതോടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. വലിയ വെല്ലുവിളികളെയാണ് വ്യാപാര സമൂഹം നേരിടുന്നത്. അതിനെ സംഘടന നേരിടാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് നമ്മളോടിപ്പം സംസാരിക്കും. അതിനായി സംസ്ഥാന പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പും സംഘടനയുടെ ജില്ലാ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലെത്തിക്കുന്നതിൽ, ഉദ്യോഗസ്ഥന്മാരെത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കണ്ണൂർ പട്ടണത്തിലെ, കണ്ണൂർ ജില്ലയിലെ ദൃശ്യമാധ്യമ പ്രവർത്തകരും പത്രപ്രവർത്തകരും നടത്തിയിട്ടുള്ളത്. അതിനെ നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹകരണവും പിന്തുണയും പ്രചരണവുമാണ് സമൂഹം അറിയത്തക്ക വിധത്തിൽ ഈ സംഘടന എത്തിച്ചിട്ടുള്ളത് എന്നത് നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്ന് കണ്ണൂരിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ചെറുകിട വ്യാപാര മേഖലയിൽ കച്ചവടമില്ലാതാക്കിക്കൊണ്ട് ബഹിരാഷ്ട്ര കുത്തകകൾ കടന്നുവരവ് നടത്തുകയും എല്ലാ അർത്ഥത്തിലും വ്യാപാരി സമൂഹത്തെ, ചെറുകിട വ്യാപാരികളെ തുടച്ചു നീക്കാവുന്ന സമീപനമാണ് വലിയ കുത്തകകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരെ വല്ലാത്ത തരത്തിൽ എത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും 20% താഴെ വ്യാപാരം മാത്രം അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവരുടെ പുതിയ പദ്ധതി സർക്കാരിനെയും സർക്കാരിൻ്റെ മന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചുകൊണ്ട് ചെറുകിട വ്യാപാര മേഖലയിൽ കൂടുതൽ ദുഷ്കരമായ നിയമങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഈ അടുത്ത കാലത്ത് ഗവർണറെ കൊണ്ട് ഒപ്പിടിച്ച പഞ്ചായത്ത് ലൈസൻസുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ. നിങ്ങൾക്കറിയാം, ഗവർണർ ഒപ്പിട്ടിരിക്കുന്ന നിയമത്തിൽ പറയുന്നത് ഒരു ചെറിയ വ്യാപാര സ്ഥാപനത്തിൽ പോലും ശൗചാലയം ഉണ്ടായിരിക്കണമെന്നുള്ളതും ആ വ്യാപാര സ്ഥാപനത്തിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്നുള്ളതും അത് പൊതുസമൂഹത്തിൽ തുറന്നു കൊടുക്കണം എന്നുള്ളത്. നമുക്കറിയാം, നാട്ടുപ്രദേശത്തെ ചെറിയ വ്യാപാര സ്ഥാപനത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം എന്ത് ചെയ്യണം? സ്വാഭാവികമായും ഇത്തരം കർക്കശ നിയമത്തിൻ്റെ പുറകിൽ ചെറുകിട വ്യാപാര സ്ഥാപനം കൂട്ടിപ്പോവുകയും ആ മറവിൽ ബഹിരാഷ്ട്ര കുത്തക മുതലാളിമാർക്ക് കൂടുതൽ തൊഴിൽ വ്യാപാരം ലഭിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം K-Smart, ആ സോഫ്റ്റ്വെയറിൽ സ്വാഭാവികമായും ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ ലൈസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് പല പ്രാവശ്യം മുഖ്യമന്ത്രിയെ ശ്രദ്ധയപ്പെടുത്തുകയും മുഖ്യമന്ത്രി മനസ്സിലാക്കുകയും തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്ത അടിസ്ഥാനത്തിൽ തൃശ്ശൂർ രാമലയത്തിൽ വെച്ച് മാർച്ച് 12-ാം തീയതി ഞാനും ദേവസ്യമേശ്വരി അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളെ ഒപ്പിച്ച് ചർച്ച നടത്തി. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലായി, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന് പരിഹാരമുണ്ടാക്കി തരാമെന്ന് ഉറപ്പ് തന്നാണ് എല്ലാ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ജൂൺ മാസം 30-ാം തീയതി നീട്ടുകയും അത് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ചട്ടം കഴിഞ്ഞാൽ സംസാരിച്ച് അതിന് പരിഹാരമുണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ വലിയ കടന്നുകയറ്റം മന്ത്രിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണെന്നാണ് ഉദ്യോഗസ്ഥ മേധാവിൽ നിന്ന് വരുന്ന നിർദ്ദേശം. കാരണം K-Smart അനുസരിച്ച് നമ്മുടെ കടയിൽ ബിൽഡിംഗ് ടാക്സ് സാധാരണ ജന്മികളാണ് അടയ്ക്കേണ്ടത്. അത് മാർച്ച് വരെയാണ് അടയ്ക്കുന്നത്. എന്നാൽ അതിനകത്ത് വെച്ചിരിക്കുന്നത് സെപ്റ്റംബർ വരെ അടച്ചവർക്ക് K-Smartൽ ലൈസൻസ് എടുക്കാൻ പറ്റുകയുള്ളൂ. ലൈസൻസ് എടുത്തിൽ എന്താണ് വേണം? 30-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തെറ്റിയാൽ 200% പെനാൽറ്റി. ഇന്ത്യയിൽ എങ്ങും പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ലൈസൻസുകൾക്ക് 200% പെനാൽറ്റിയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. നമുക്കറിയാം, കച്ചവടക്കാർ കച്ചവടം നിർത്തി കൂട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ ആ 200% പെനാൽറ്റി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും 25% കൂടുതൽ അടയ്ക്കണം. ചുരുക്കി പറഞ്ഞാൽ സാധാരണ രീതിയിൽ ടാക്സുകൾ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത കച്ചവടക്കാർ ഈ വലിയ പെനാൽറ്റിയുടെ പുറത്ത് കച്ചവടം നിർത്തി പോവുക. അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം. മന്ത്രി
കണ്ടില്ലെന്ന് നടിക്കുന്നു, ആർക്കും ഇത് മനസ്സിലാകുന്നില്ലെന്ന് നടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ സമീപനം. തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിർബന്ധമായി നമുക്കറിയാം, സർക്കാർ ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ ടാക്സ് അടച്ചിട്ടില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യാപാരികൾ സർക്കാർ ബിൽഡിങ്ങിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും 200% പെനാൽറ്റി, പിന്നെ അതിന്റെ പുറത്ത് പെനാൽറ്റി. അപ്പൊ ഇവയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും അത്യാവശ്യമായും സെപ്റ്റംബർ വരെ നീട്ടിക്കൊണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനയുമായി കൂടിയാലോചന നടത്തി ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരം നടപ്പാക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായി നല്ല ധാരണയിലാണ്, ധനകാര്യമന്ത്രിയുമായിട്ട് നല്ല ധാരണയാണ്. ഞങ്ങൾ ഇക്കാലം അത്രയും ചോദിച്ച പലതും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സഹകരിച്ചുകൊണ്ട് ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ വ്യാപാരികളെ നശിപ്പിച്ചുകൊണ്ട് ഏതാനും 5-6 കോർപ്പറേറ്റുകളുടെ ഏജന്റായിട്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് സാധാരണക്കാരോട് യാതൊരു താല്പര്യമില്ല. എല്ലാ മന്ത്രിമാരും അദ്ദേഹത്തിന് സമീപത്തിനെതിരാണ്, എല്ലാ MLA-മാരും എതിരാണ്. എല്ലാവരും അദ്ദേഹത്തോട് പറയുന്നത് ശരിയല്ല എന്ന് എല്ലാവരും കത്ത് മുഖാന്തരം ആവശ്യപ്പെട്ടു. പക്ഷേ ആരുടെ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റു പറയാൻ പറ്റുമോ? രാജ്യത്ത് ആർക്കും വേണ്ടാത്ത 10-15 മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി കച്ചവടക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് നിർബന്ധമായും ഈ പാവപ്പെട്ട കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള സമീപനമായി രംഗത്ത് വരണം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഹരിതകർമ്മസേന അടക്കമുള്ള വിഷയങ്ങളിൽ അതിനകത്ത് ആവശ്യമുള്ളവർക്ക് മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്തൊക്കെ ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതനുസരിച്ച് നീങ്ങിയില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. തുടങ്ങാവോ? ബഹുമാന്യനായ PC ജേക്കബ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, സബിൽജാരി പുനത്തിൽ ബാഷിദ്, ദേവസ്വം ഞങ്ങളുടെ സംഘടനയുടെ അനുസരിച്ച് 4 ബാക്കി വരുന്ന 6 ജില്ലയുടെ തെരഞ്ഞെടുപ്പ് സംസ്ഥാന